എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവത പഠനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ വിനീത് നമ്പൂതിരി. ഇതുവരെ നമ്മൾ ഭാഗവതത്തിലെ 1-ാമത്തെ അധ്യായത്തിലെ 23 ശ്ലോകങ്ങളും നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലായിട്ട് നോക്കി. കഴിഞ്ഞ അധ്യായത്തിൽ പ്രധാനമായിട്ടും സൂതശൗനക സംവാദത്തിലെ ശൗനകാദി മഹർഷിമാർ സൂതനോടായിട്ട് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഭഗവാന്റെ സ്വധാമഗമനത്തിന് ശേഷം ധർമ്മത്തിന് എന്തു സംഭവിച്ചു എന്നുള്ള ചോദ്യത്തോടുകൂടി 1-ാമത്തെ അധ്യായം അവസാനിച്ചു. തുടർന്നതാ 2-ാമത്തെ അധ്യായം ആരംഭിക്കുകയാണ്. ശൗനകാദി മഹർഷിമാരുടെ ചോദ്യങ്ങൾക്കായുള്ള ഉത്തരമായിട്ട് സൂതൻ പറയുന്ന ഭാഗങ്ങളാണ് തുടർന്ന് വരുന്ന 2-ാമത്തെ അധ്യായത്തിലെ ശ്ലോകങ്ങളിൽ പ്രതിപാദിക്കുന്നത്. നമുക്കിനി 2-ാമത്തെ അധ്യായത്തിലെ 1-ാമത്തെ ശ്ലോകം പഠിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതത്തിലെ പ്രഥമ സ്കന്ധത്തിലെ 2-ാമത്തെ അധ്യായത്തിലെ 1-ാമത്തെ ശ്ലോകം. അഥ ദ്വിതീയോധ്യായ. വ്യാസ ഉവാച. ഇതി സംപ്രശ്ന സംഹൃഷ്ടോ വിപ്രാണാം ബ്രൗമഹർഷിണി പ്രതിപൂജ്യ വജസ്തേഷാം പ്രവക്തുമുപചക്രമേ. ഒന്നുകൂടി നോക്കാം. വ്യാസ ഉവാച. ഇതി സംപ്രശ്ന സംഹൃഷ്ടോ വിപ്രാണാം ബ്രൗമഹർഷിണി പ്രതിപൂജ്യ വജസ്തേഷാം പ്രവക്തുമുപചക്രമേ. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ അന്വയം നോക്കാം. ഇതി വിപ്രാണാം സംപ്രശ്നൈഃ സംഹൃഷ്ടഃ രൗമഹർഷിണി തേഷാം വജഃ പ്രതിപൂജ്യ പ്രവക്തും ഉപചക്രമേ. ഒന്നുകൂടി നോക്കാം. ഇതി വിപ്രാണാം സംപ്രശ്നൈഃ സംഹൃഷ്ടഃ രൗമഹർഷിണി തേഷാം വജഃ പ്രതിപൂജ്യ പ്രവക്തും ഉപചക്രമേ. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ പദങ്ങളായിട്ട് നോക്കാം. ഇതി സംപ്രശ്ന സംഹൃഷ്ടഃ വിപ്രാണാം രൗമഹർഷിണി പ്രതിപൂജ്യ വജഃ തേഷാം പ്രവക്തും ഉപചക്രമേ. ഒന്നുകൂടി നോക്കാം. ഇതി സംപ്രശ്ന സംഹൃഷ്ടഃ വിപ്രാണാം രൗമഹർഷിണി പ്രതിപൂജ്യ വജഃ തേഷാം പ്രവക്തും ഉപചക്രമേ. ഇനി നമുക്ക് ഈ പദങ്ങളുടെ അർത്ഥം നോക്കാം. ഇതി ഇങ്ങനെ, സംപ്രശ്ന സംഹൃഷ്ടഃ നല്ല ചോദ്യങ്ങളാൽ സന്തോഷിച്ചവൻ, വിപ്രാണാം ബ്രാഹ്മണന്മാരുടെ, രൗമഹർഷിണി അതായത് സൂതൻ, പ്രതിപൂജ്യ ആദരിച്ച്, വജഃ വാക്കുകൾ, തേഷാം അവരുടെ, പ്രവക്തും പറയാൻ, ഉപചക്രമേ ആരംഭിച്ചു. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ സാരം നോക്കാം. ഗുരുഭക്തിയോടുകൂടിയുള്ള ശിഷ്യൻ്റെ ചോദ്യങ്ങൾ കേട്ടുകഴിഞ്ഞാൽ ഏതൊരു ഗുരുനാഥനും വളരെയധികം സന്തോഷമുണ്ടാകും. ആ സന്തോഷത്തോടു കൂടി തന്നെ തൻ്റെ അറിവുകൾ പകർന്നു നൽകാനായിട്ട് ഗുരു ആരംഭിക്കും. ഭാഗവതം ചോദ്യങ്ങളിലൂടെയാണ് ആരംഭിക്കുന്നത്, ഉത്തരങ്ങളിലൂടെയാണ് ജീവിതമാകുന്നത്. ഇവിടെ സൂതശൗനക സംവാദത്തിൽ ശൗനകാദി മഹർഷിമാരുടെ ചോദ്യങ്ങൾ കേട്ട സൂതൻ വളരെയധികം സന്തോഷത്തോടുകൂടി അവരുടെ വാക്കുകൾ എല്ലാം ശ്രവിച്ചതിന് ശേഷം മറുപടി പറയാനായിട്ട് ആരംഭിച്ചു. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. തുടർന്നുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് തുടർന്നുള്ള ശ്ലോകങ്ങളിലെല്ലാം പ്രതിപാദിക്കുന്നത്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇതിനു മുമ്പത്തെ വീഡിയോകൾ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. തുടർച്ചയായിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണമായ അർത്ഥം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. തുടർന്നുള്ള ഭാഗങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാവട്ടെ.